ഡോക്ടർ, ക്ലീനിങ് ചെയ്തിട്ട് എൻ്റെ പല്ല് മുഴുവൻ പൊടിഞ്ഞുപോയി. ഇത് മാസം 30 പേരെങ്കിലും ക്ലിനിക്കിൽ വന്ന് പറയുന്ന ഡയലോഗാണ്. പക്ഷെ സത്യം എന്താണ്? വെറും 1500 രൂപ മടിച്ച് 1,00,000 രൂപ കളഞ്ഞവരുടെ കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഹായ്, ഐ എം ഡോക്ടർ ഷീന. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ആദ്യത്തെ തെറ്റിദ്ധാരണ, സ്കെയിലിംഗ് ചെയ്താൽ പല്ല് പൊടിയും. ഇതെന്തുകൊണ്ട് തോന്നുന്നു നോക്കാം. നിങ്ങളുടെ പല്ലിൽ 5-10 വർഷമായി പിടിച്ചിരിക്കുന്ന ഒരു കല്ലുണ്ട്. അതിന്റെ പേരാണ് കാൽക്കുലസ്. ഇത് വെറും കറയല്ല, ഇത് സിമന്റ് പോലെ ഉറച്ച് നിങ്ങളുടെ മോണയെ തള്ളിപ്പിടിച്ച് പല്ലിനെ കൂടെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ക്ലീനിങ് ചെയ്യുമ്പോൾ ഈ കല്ല് മുഴുവൻ അടർത്തി കളയും. അപ്പോൾ പെട്ടെന്ന് ഇവിടെ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യും. നാവുകൊണ്ട് തൊടുമ്പോൾ ഒരു വിടവ്. നമ്മുടെ ബ്രെയിൻ പെട്ടെന്ന് തീരുമാനിക്കും, അയ്യോ എൻ്റെ പല്ലിൻ്റെ ഒരു കഷ്ണം പൊടിഞ്ഞുപോയി. പക്ഷെ യാഥാർത്ഥ്യം, കല്ല് മാത്രമാണ് പോയത്, പല്ലിനൊരു പോറൽ പോലും ഏറ്റിട്ടില്ല. രണ്ടാമത്തെ കംപ്ലൈന്റ്, ഡോക്ടർ ക്ലീനിങ് ചെയ്തിട്ട് 3 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും കല്ല് വന്നു, പൈസ വേസ്റ്റായി. ഇതിന് ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. നിങ്ങളുടെ ഫോൺ ഫുൾ ഹാങ് ആയി. നിങ്ങൾ എന്ത് ചെയ്യും? ഫോർമാറ്റ് ചെയ്യും അല്ലേ? ഫോർമാറ്റ് ചെയ്തിട്ട് വീണ്ടും അതേ വൈറസുള്ള ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താലോ ഫോൺ വീണ്ടും ഹാങ് ആവില്ലേ? ആരുടെ തെറ്റാ? ഫോർമാറ്റ് ചെയ്തതിൻ്റെയോ അതോ വൈറസ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിൻ്റെയോ? ഡെന്റൽ ക്ലീനിങ്ങും അതുപോലെയാണ്. അതൊരു റീസെറ്റ് ബട്ടൺ ആണ്. ക്ലീനിങ് കഴിഞ്ഞ് നിങ്ങൾ ദിവസവും 2 നേരം ശരിക്കും ബ്രഷ് ചെയ്തില്ലെങ്കിൽ, ഫ്ലോസ് ചെയ്യാതെ ഭക്ഷണം പല്ലിൻ്റെ ഇടയിൽ കുത്തി നിറച്ചാൽ പിന്നെ 3 മാസത്തിൽ പഴയ അവസ്ഥയാകും. അപ്പോൾ ഫോൾട്ട് ക്ലീനിങ്ങിൻ്റെ അല്ല, നമ്മുടെ മെയിൻ്റെനൻസിൻ്റെ ആണ്. ഇനി നമുക്ക് സ്കെയിലിംഗ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ യൂസ് ചെയ്യുന്ന ഉപകരണത്തിൻ്റെ പേര് അൾട്രാസോണിക് സ്കെയിലർ. ഇതൊരു സെക്കൻഡിൽ 25,000 തവണ വൈബ്രേറ്റ് ചെയ്യും. ഈ വൈബ്രേഷൻ കൊണ്ട് കാൽക്കുലസിൻ്റെ ബോണ്ട് മാത്രം ബ്രേക്ക് ആവും, അതായത് കല്ല് പൊടിയും. ഇനി നിങ്ങളുടെ പല്ലിൻ്റെ ഇനാമൽ എത്ര ഹാർഡാണെന്ന് അറിയാമോ? ഡയമണ്ടിൻ്റെ ഹാർഡ്നെസ് സ്കെയിലിൽ 10 ആണ്, സ്റ്റീലിൻ്റെ 4 ആണ്. നമ്മുടെ ഇനാമലിന് 5 ആണ്, അതായത് ഇനാമൽ സ്റ്റീലിനേക്കാൾ ഹാർഡാണ്. പിന്നെ സ്കെയിലർ ടിപ്പ്, അത് ഷാർപ്പല്ല, ബ്ലണ്ടാണ്, കൂർത്തതല്ല. അതുകൊണ്ട് നിങ്ങളുടെ ഇനാമലിൽ ഒരു ചെറിയ സ്ക്രാച്ച് വരാനുള്ള ചാൻസ് 0.01% മാത്രം. ഇത് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ അംഗീകരിച്ച 100% സേഫായ പ്രൊസീജിയറാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, ക്ലീനിങ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഞാൻ 4 സ്റ്റേജായി പറഞ്ഞുതരാം. സ്റ്റേജ് 1 ജിഞ്ചൈവൈറ്റിസ്. ഇതാണ് തുടക്കം. ബ്രഷ് ചെയ്യുമ്പോൾ മോണയിൽ നിന്ന് ബ്ലഡ് വരും, വായനാറ്റം വരും. ഈ സ്റ്റേജിൽ കോസ്റ്റ് 0 രൂപ. വെറുതെ ശരിക്കും ബ്രഷ് ചെയ്താൽ മതി. സ്റ്റേജ് 2 ഏർലി പെരിഡോണ്ടൈറ്റിസ്. ഇവിടെ കല്ല് മോണയുടെ ഉള്ളിലേക്ക് ഇറങ്ങും, പല്ല് പതിയെ ആടിത്തുടങ്ങും. ഇപ്പോൾ വേണ്ടത് ഡീപ്പ് ക്ലീനിങ്. കോസ്റ്റ് ഏകദേശം 5,000 രൂപ. സ്റ്റേജ് 3 അഡ്വാൻസ് പെരിഡോണ്ടൈറ്റിസ്. ഇതാണ് ഡേഞ്ചർ സോൺ. പല്ലിനെ പിടിച്ചു നിർത്തുന്ന എല്ല്, അതായത് ബോൺ, അത് അലിഞ്ഞു പോകും. 2-3 പല്ല് പറിച്ച് കളയേണ്ടി വരും. പകരം ബ്രിഡ്ജ് അല്ലെങ്കിൽ ഇംപ്ലാന്റ് വെക്കണം. കോസ്റ്റ് 60,000 രൂപയ്ക്ക് മുകളിൽ. സ്റ്റേജ് 4 മുഴുവൻ പല്ലും പോകും, സംസാരിക്കാൻ ചവക്കാൻ പറ്റാതാകും. അപ്പോൾ വേണ്ടത് ഫുൾ മൗത്ത് ഇംപ്ലാന്റ്. കോസ്റ്റ് 4,00,000 രൂപ. ഇപ്പോൾ പറയൂ, വർഷത്തിൽ 1,500 രൂപ മടിച്ച് 40-ാം വയസ്സിൽ 4,00,000 രൂപ കളയണോ? കണക്ക് സിമ്പിളാണ്. അപ്പോൾ എത്ര മാസം കൂടുമ്പോഴാണ് ക്ലീൻ ചെയ്യേണ്ടത്? ഒരു നോർമൽ ആൾക്ക് 6 മാസം കൂടുമ്പോൾ ഒരിക്കൽ. പക്ഷെ നിങ്ങൾ സ്മോക്കർ ആണോ, ഡയബറ്റീസ് ഉണ്ടോ, ബ്രേസസ് ഇട്ടിട്ടുണ്ടോ എങ്കിൽ 4 മാസം കൂടുമ്പോൾ ചെയ്യണം. ഇനി കോസ്റ്റ്, കേരളത്തിൽ ഒരു ആവറേജ് ഡെന്റൽ ക്ലിനിക്കിൽ 800 രൂപ മുതൽ 2,500 രൂപ വരെയാണ്. ഗവൺമെന്റ് ഡെന്റൽ കോളേജിൽ 200 രൂപയ്ക്ക് ചെയ്യാം. ടൈം വെറും 30 മുതൽ 45 മിനിറ്റ്. ഒരു സിനിമയുടെ ഇന്റർവെൽ സമയം മതി. പെയിൻ ഉണ്ടോ? 0 മുതൽ 2 വരെ, 10ൽ 2, അതായത് ഒന്നുമില്ല. കാൽക്കുലസ് കൂടുതലുള്ളവർക്ക് ചെറിയ പുളിപ്പ് തോന്നാം. ആവശ്യമെങ്കിൽ ഞങ്ങൾ ജെല്ല് വെക്കും. ക്ലീനിങ് കഴിഞ്ഞ് 2 ദിവസം ചെറിയ സെൻസിറ്റിവിറ്റി നോർമലാണ്. ഒരു സെൻസോഡൻ യൂസ് ചെയ്താൽ മതി. ഇനി ഏറ്റവും ഡേഞ്ചറായ കാര്യം, യൂട്യൂബിൽ കാണുന്ന ഹോം റെമഡീസ്, ബേക്കിംഗ് സോഡ, കല്ലുപ്പ്, ചാർക്കോൾ പൗഡർ, ലെമൺ ജ്യൂസ്, വിനിഗർ, ഇതൊന്നും കൊണ്ട് നിങ്ങളുടെ പല്ലിലെ കല്ല് പോകില്ല, ഒരിക്കലും പോകില്ല. എന്തുകൊണ്ടാണെന്ന് പറയാം. കാൽക്കുലസ് എന്ന് പറയുന്നത് പാറ പോലെയാണ്. നിങ്ങളുടെ ടൂത്ത് ബ്രഷ് എന്ന് പറയുന്നത് ഒരു ഈർക്കിൽ പോലെയാണ്. ഈ ഈർക്കിൽ കൊണ്ട് പാറ പൊട്ടിക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ ഈ ബേക്കിംഗ് സോഡ, ഉപ്പൊക്കെ അത് നിങ്ങളുടെ ഇനാമലിനെ തേച്ച് കളയും. 50 രൂപ ലാഭിക്കാൻ വേണ്ടി 50,000 രൂപയുടെ പെർമനന്റ് ഡാമേജ് വരുത്തരുത്. കല്ല് കളയാൻ അതിന്റെ JCB ആയ അൾട്രാസോണിക് സ്കെയിലർ തന്നെ വേണം, വേറെ വഴിയില്ല. സോ ഫ്രണ്ട്സ്, കൺക്ലൂഷൻ എന്താണ്? ഡെന്റൽ ക്ലീനിങ് ചെയ്താൽ പല്ല് പൊടിയില്ല. ക്ലീനിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ പല്ലിന് വേണ്ടിയുള്ള ഒരു ഇൻഷുറൻസ് ആണ്, ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. നിങ്ങൾ അവസാനമായി ക്ലീനിങ് ചെയ്തിട്ട് 1 വർഷത്തിൽ കൂടുതലായെങ്കിൽ ദയവ് ചെയ്ത് ഇന്ന് തന്നെ നിങ്ങളുടെ ഡെന്റിസ്റ്റിനെ വിളിച്ച് ഒരു അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യും. ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. സീ യു മൈ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.